Hey guys, so welcome back. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് ഞാൻ പണ്ട് മൈ ടൂൾസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പണ്ട് ഉപയോഗിച്ച ലാപ്ടോപ്പ് അങ്ങനത്തെ കുറെ സാധനങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഗൈസ്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് എനിക്ക് മൈക്ക് കിട്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലാതെ മേടിച്ചിട്ടുമുണ്ട്, പിന്നെ നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ എല്ലാം ഒരു റിവ്യൂ പോലെയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ആക്സസറീസ് ഒക്കെ നിങ്ങളെ കാണിക്കാൻ പോവാണ്. അപ്പൊ അതിൽ നമുക്ക് വെറുപ്പിക്കാതെ നേരെ വീഡിയോയിലിട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും അല്ല ഗൈസ്, ഡൈനിങ് ടേബിൾ എല്ലാം നിരത്തിയിട്ടിരിക്കുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ സംഭവങ്ങൾ എന്നാന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. Let me get that introduction. We all know long road, but seldom structure. ഗൈസ്, ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ഇതാണ് എന്റെ വാട്ടർ ബോട്ടിൽ. ഓക്കെ, വെള്ളമൊന്നും ഇല്ല ഇപ്പം. ഓക്കെ, എല്ലാരും വെള്ളം കുടിക്കുക. ഓക്കെ, സ്റ്റേ സേഫ്. പിന്നെ ഗൈസ് ദേ ഇവിടെ ഒരു റാ കിടപ്പുണ്ട്. നമുക്ക് ചെറിയ സാധനങ്ങളിൽ നിന്നൊക്കെ തുടങ്ങും ഗൈസ്. ഓക്കെ, അതൊക്കെ വലിയ സാധനങ്ങളാണ്. പിന്നെ ദേ ഇവിടെ നമ്മുടെ പഴയ ഓൾഡ് കില്ലാടി ആയിട്ടുള്ള ഓപ്പോ റെനോ 4 Pro ഉണ്ട്. ഇതിനകത്താണ് ഗൈസ് ഞാൻ സാൻ ആൻഡ്രിയാസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് ഒക്കെയാണ്, പക്ഷെ 5-6 വരെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. പിന്നെ അത് ഈ കാണുന്നതാണ് നമ്മുടെ 2 ക്യാമറകൾ. ഓക്കെ, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടിട്ടില്ലേ കാണുക. ഓക്കെ, ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ ഇത് അതിന്റെ ബാറ്ററി. ഓക്കെ, 2 എണ്ണത്തിന് ഒറ്റ ബാറ്ററിയാണ്. ഇതിന്റെ ചാർജർ. ഓക്കെ, സിമ്പിൾ. പിന്നെ അത് ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാഗ്. ഓക്കെ, ഇതിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം ഇതിനകത്ത് ഈ ക്ലോത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ തുടയ്ക്കുന്ന ക്ലോത്ത് ആണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സംഭവം നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് Asus TUF F15 ആണ്. ഓക്കെ, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്റൽ കോർ i7 ആണ്. പിന്നെ RTX എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എത്രയുണ്ട് ഗൈസ്, ഞാൻ മറന്നുപോയി. ഓക്കെ, പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഓറ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പഴയ മൗസ്. പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. പിന്നെ നമ്മുടെ ഐഫോണിന്റെ ചാർജർ. പിന്നെ ഇത് പോയൊരു ഹെഡ്സെറ്റ് ആണ്. പിന്നെ ഈ സംഭവം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, ഹലോ, കണ്ടോ, ഒച്ച വെക്കുമ്പോ കൂടുന്ന സംഭവമാണ് ഗേസ്. ഓക്കെ, ഇത് രണ്ടും ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ പണ്ടത്തെ മൈക്കിന്റെ സംഭവം. ഇത് എന്റെ വാച്ചിന്റെ ആയിരുന്നു. ഓക്കെ, ഇതിപ്പോ മൈക്കിന്റെ ഈ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോക്കിമോൻ കാർഡ് ഇതിന്റെ ഇടയ്ക്കിരിപ്പുണ്ട്. ഈ സാധനം കണ്ടോ, കൈ ഇടുന്നത് അതുണ്ട്. പിന്നെ കുറെ ചാർജർ ഒക്കെ ഉണ്ട് ഗൈസ്, എന്തിന്റെയൊക്കെയോ ഉണ്ട്. ആ മൈക്കിന്റെ ചാർജർ, പിന്നെ ഇതിന്റെ ചാർജർ. ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡ്. അതിന്റെ ചാർജർ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞ സംഭവമാണ് ഗേസ്. ഓക്കെ, ഈ സംഭവം എന്ന് പറയുമ്പം നമുക്ക് ഈ ചാർജർ, ഇതിന് ഒട്ടുമിക്ക എല്ലാ ചാർജറും കുത്തിയിടുന്ന ഈ ഒരു അഡാപ്റ്ററിലാണ്. ഇത് മെയിൻ സാധനമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമുക്ക് പഴയൊരു സംഭവം നോക്കാം. നമ്മുടെ പഴയ കീബോർഡ്. ഓക്കെ, ഈ മൗസിന്റെ കൂട്ടത്തിലുള്ള കീബോർഡാണിത്. നമ്മുടെ ആദ്യത്തെ കീബോർഡ്. ഇതുവരെ കീബോർഡ് ഒന്നും മാറ്റിയിട്ടില്ല. ഓക്കെ, ഇതിന്റെ കീസ് ഒക്കെ പൊട്ടിപ്പോയി. ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ് ഗൈസ്, അതിന്റെ ഇടയിൽ പൊട്ടിപ്പോയതാ. ഓക്കെ, ഇത് ഊരാൻ നോക്കിയതാ സ്പേസ് ബാർ. പിന്നെ നമ്മൾ ഇനി പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ആദ്യം തന്നെ നോക്കണേ, റിംഗ് ലൈറ്റ്. ഓക്കെ, നമ്മൾ റിംഗ് ലൈറ്റ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ റിംഗ് ലൈറ്റ് നമുക്ക് കിട്ടിയത്. ഓർഡർ ചെയ്ത സംഭവമാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഐഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇതൊക്കെ ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഐഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, മൈക്ക്. അപ്പോൾ ഇതിന്ന് ഒരെണ്ണം എവിടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, ഇതാണ് അത്. ഞാനിവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. പിന്നെ ഇത് 3 എണ്ണം ഉണ്ട് ഗേസ്, ഞാൻ കാണിച്ചു തരാം. ഗേസ്, ഞാനിപ്പോ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കണക്ടർ ഉണ്ടോ, ഈ സാധനം ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഈ മൈക്കില് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
വോയിസ് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. ഹലോ. ഓക്കെ, എന്നിട്ട് നമുക്ക് തിരിച്ചിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ലൈക്ക് ചെയ്യുക ഗേസ്. പിന്നെ ഇതാണ് ഗേസ് നമ്മുടെ ഹെഡ്സെറ്റ്. ഓക്കെ, ഇത് JBLന്റെ ഒരു ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ സ്പീക്കർ ഇല്ലാഞ്ഞപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഗേസ്, പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗേസ്. ഓക്കെ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്, മൈക്കെല്ലാം. അപ്പോ പിന്നെ കിട്ടിയത് ഈ ഒരു സ്പീക്കറാണ്. ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി ഞാൻ ഇപ്പൊ കൊടുക്കാൻ കാരണം ഇപ്പൊ പാതിരാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കണക്റ്റഡ് ആണ്, പക്ഷെ പാട്ടൊന്നും വെക്കുന്നില്ല. ഞാൻ നേരത്തെ ഒരു പാട്ടെടുത്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിട്ടോ. ഓക്കെ, അപ്പൊ അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഏതായാലും എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ ഈ സാധനം? ഓക്കെ, കൊള്ളാമെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെന്താ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് 2 മൈക്ക്. ഓക്കെ, ഇതിന്റെ പേരാണ്. നമുക്ക് ചുമ്മാ ഓണാക്കി കളിച്ചാൽ മതി, ചുമ്മാ ഗൈസ്. പിന്നെ നമുക്ക് അതിന്റെ 2 ചാർജർ ഉണ്ട്. ഇതിന്റെ ചാർജറാണ്. അതുമെല്ലാം നമ്മൾ ഈ അഡാപ്റ്ററിലാണ് കുത്തുന്നത്. പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റും അതിനകത്താണ് കുത്തുന്നത് ഗൈസ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഈ മൗസിന്റെ ചാർജർ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പുതിയ മൈക്ക്. ഓക്കെ, ആ മൈക്ക് എന്ന് പറയുന്നത് ജെനറോയുടെ മൈക്കാണ്. ഓക്കെ, J13 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന്റെ മൈക്ക്, അതിന്റെ ചാർജർ. പിന്നെ ഇതൊക്കെ ഇതിന്റെ ചാർജേഴ്സ് ആണ്. പിന്നെ നമ്മുടെ ഐഫോണിന്റെ ചാർജറാണ് ആയിരിക്കുന്നത്. ഓക്കെ, ഫുള്ള് ചാർജറിന്റെ വിളയാട്ടങ്ങളാണ് ഗൈസ്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിന്റെ ചാർജർ താഴെ. ഇത് നമ്മുടെ ഈ ക്യാമറയുടെ 2 ക്യാമറയുടെ ഒറ്റ ചാർജർ. പിന്നെ ഇതിനകത്ത് കുറേ ചാർജേഴ്സ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ചാർജർ എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ ലൈറ്റിന്റെയും ബ്ലൂടൂത്തിന്റെയും ചാർജർ. പിന്നെ രണ്ടാമത്തത് ഈ മൈക്കിന്റെ ചാർജർ. അങ്ങനെ കുറേ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ്. അതിനൊക്കെ കൂടെ ഒറ്റ ഒരു ഇത്. പിന്നെ റിംഗ് ലൈറ്റിന്റെ അത് ഇതുണ്ടോ, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചാർജറാണ് അത്. ഇതെല്ലാം കൂടെ ഒറ്റ ഇതിൽ ഗേസ്, ഒറ്റ അഡാപ്റ്റർ ഇതിനെല്ലാത്തിനും കൂടെ. പിന്നെ നമുക്ക് പിന്നെ പുതിയതായിട്ട് മേടിച്ചാണ് ഗേസ് ഈ ഒരു മൗസ് പാഡ്. ഓക്കെ, പിന്നെ മൗസും പുതിയതായിട്ടാണ് മേടിച്ചത്. ഇത് ലൈറ്റൊക്കെ കത്തുന്ന കോക്കോ സ്പോർട്സിന്റെ മൈക്കാണ്. ഞാൻ കുറെ നാളായി മേടിച്ചിട്ട്. പിന്നെ ഈ മൗസ് പാഡ് ഈ ഇടയ്ക്ക് മേടിച്ചതേ ഉള്ളൂ. നല്ല മൗസ് പാഡാണ് ഗേസ്. ഓക്കെ, കൈയൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും, അതുകൊണ്ട് സീനില്ല. നല്ലൊരു മൗസ് പാഡാണ്. പിന്നെ ഗേസ് നമ്മുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേസ്, ഇവിടെ നമ്മളൊരു ഇത് കൊടുക്കും. എന്നിട്ട് അത് നേരെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പിന്റെ ചാർജർ ആയിരിക്കുന്നത് അത് നേരെ ഇവിടെ കൊണ്ടുവെക്കും. പിന്നെ എൻ്റെ ഫോണിന്റെ ചാർജർ അവിടെ കുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ റിംഗ് ലൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാവേ ഗേസ്. നമ്മുടെ ഓൾ ഇൻ ഓൾ അഡാപ്റ്റർ നമ്മൾ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പത്തേക്കും ഇവിടെ കണ്ടു, ഇവിടെ ലൈറ്റ് തെളിയും. അപ്പൊ ഞാൻ ഒറ്റ ഞെക്കി കഴിഞ്ഞാൽ ഇതാണോ. ഓക്കെ, ഞെക്കാൻ പോവാണ്. 3, 2, 1 ലൈക്ക് അടിക്കുക ഗൈസ്. ഓക്കെ, അപ്പോ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൈനസ് ചെയ്യാം, കളറ് മാറ്റാം. എനിക്ക് തൽക്കാലം ഈ ഒരു കളറിൽ വെക്കാം. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ, റിംഗ് ലൈറ്റ് ഞാൻ ഇതിനകത്ത് വെച്ചൊന്ന് സംസാരിച്ച് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്നത് റിംഗ് ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പറ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ റിംഗ് ലൈറ്റ് മേടിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഓക്കെ, ഒരു ട്യൂബ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സീലിംഗ് ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ക്യാമറയിലോട്ട് ഇച്ചിരി കൂടെ വെട്ടം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോ റിംഗ് ലൈറ്റ് മേടിച്ചത്. പിന്നെ ഒരു ട്രൈപോഡും കിട്ടി. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു ട്രൈപോഡാണ് ഗൈസ്. ഈ ഒരു ട്രൈപോഡ് കുറെ നാളായി മേടിച്ചിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. ഒരു ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ ഇരിപ്പുണ്ട്. ആ സംഭവം ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വഴി കണക്ട് ആയി കഴിഞ്ഞാൽ എത്ര ദൂരത്ത് വേണേലും നിന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഗൈസ്, ഇത് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയത് കാരണം പെട്ടെന്ന് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇത് നമുക്ക് ഇത്തിരി ഹാർഡായിട്ടുള്ള ഫോണൊന്നും വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, S23 ഒന്നും വെക്കാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. അതുകൊണ്ട് ഗൈസ് നമ്മൾ റിംഗ് ലൈറ്റ് മേടിച്ചു. അപ്പൊ ഇതിന്റെ ട്രൈപോഡ് ഉള്ള കാരണം ലൈറ്റും കിട്ടി, ഇതും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങ് പൊക്കത്തി വരെ വെക്കാൻ പറ്റും. ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഈ സാധനം ജസ്റ്റ് നമ്മൾ ലൂസ് ആക്കുക. ഓക്കെ ഗൈസ്, അപ്പോ ചാർജർ കണക്ട് ആയത് കാരണം നമുക്ക് ഒത്തിരി പൊക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഏതായാലും നമുക്ക് അത്രയും പൊക്കാൻ പറ്റും, ഇത്ര വരെ പൊക്കാൻ പറ്റും. അതേ, തൽക്കാലം ഇത്രയും കിടക്കട്ടെ. ഓക്കെ, പിന്നെ ഗൈസ് വേറെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
നമ്മുടെ ഇപ്പോഴത്തെ ഫോൺ ഞാൻ കാണിച്ചുതരാം. ഇപ്പോഴത്തെ ഫോൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി 12 Pro ആണ്. ഓക്കെ, പിന്നെ അതെ നമ്മുടെ മൗസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പീക്കർ, മൈക്ക്, ഈ മൗസ് പാഡ്, മൗസ്, റിംഗ് ലൈറ്റ്, പിന്നെ ഇത്രയും സംഭവങ്ങൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ചതാണ്. പിന്നെ നമുക്ക് പണ്ടോട്ടേ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ക്യാമറ നമുക്ക് പണ്ടോട്ടുണ്ട്, നമ്മുടെ ആ ഫോണുണ്ട്, പിന്നെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലാപ്ടോപ്പ് നമുക്ക് മേടിച്ചിട്ട് ഏകദേശം 1 year ആവാൻ പോകുന്നു. അപ്പം ഇത്ര സംഭവങ്ങളാണ് ഗേസ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഗെയിമിംഗ് ചെയർ. ഓക്കെ, അപ്പം ഇത്ര സംഭവങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗേസ്. ഓക്കെ ഗേസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗേസ്. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ബൈ ബൈ. അയ്യോ.